പൊളിച്ചു. നീ ഇതെങ്ങനെ പഠിച്ചേ? അതിന് കോളേജിലുള്ള കൂടി പഠിപ്പിച്ചെന്ന്. കൂടുവാ? എന്റെ ഒരു ഫ്രണ്ട് ആദർശ് എന്നാണ് പേര്. ആദർശ്. ആദർശ് നിന്നെ മാത്രമേ പഠിപ്പിച്ചോളോ അത് വേറെ ആരെങ്കിലും ഒക്കെ ഇത് പഠിപ്പിച്ചായിരുന്നോ? അങ്ങനെ വെച്ചാ എന്നെ മാത്രം പഠിപ്പിക്കുന്ന ഞാൻ കണ്ടോളൂ. ഒന്നുമില്ല. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. താങ്ക്സ്. എവിടെയായിരുന്നു മക്കളെ? പട്ടി തിന്നോണ്ട് കയറി കിടന്നങ്ങ് ഉറങ്ങി. പട്ടി തിന്നോണ്ട? പറ്റ് ചോറ്. ചോറ്. ഉണ്ണിയപ്പോ നാട്ടിൽ പോയില്ലേ രാമങ്ങളുടെ കൂടെ? അവൻ നാട്ടിൽ പോയാ? ഓ, എന്നെ കൊണ്ടുപോകാന്നാണ് പറഞ്ഞത്. പോട്ടപ്പൂ. അപ്പൂന് ഇനി ഒരു ദിവസം പോവാലോ. എന്തോന്ന് പോട്ട്? ഒരാളെ കൊണ്ടുപോവാന്ന് പറഞ്ഞു പറ്റിക്കാന്ന് വെച്ചാ അത് മോശമല്ലേ? എടി എന്തെങ്കിലും അത്യാവശ്യം കാണും അതുകൊണ്ടായിരിക്കും പോയത്. പിന്നെ അത്യാവശ്യം സ്വന്തം അച്ഛനെ കാട്ടി അത്യാവശ്യം എന്തുവാടി? എടി ആ സമയം അപ്പു കിടന്ന് ഉറങ്ങായിരുന്നില്ലേ? ഉറങ്ങാണെന്ന് പറഞ്ഞു പിടിച്ചോടത്താറിനൂടെ. എന്തിനെന്താ? ഒരുപാട് ആഗ്രഹിച്ചിരുന്നല്ലേ അപ്പു നാട്ടിൽ പോകാനായിട്ട്. പ്രായമായ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ചുമ്മാ അപ്പൂന് ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാം. വിഷമിക്കുന്നു ഞാൻ. എന്താടി അവള് പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാവോ? അത് ആരെടുത്തായാലും. പാവപ്പു. നിനക്ക് എന്തിന്റെ കേടാടി? ഇതാ വിഷമിച്ച് പോയതുകൊണ്ടാ. ഞാൻ മനഃപൂർവ്വം പറഞ്ഞു. എന്തിന്? രാമങ്ങളിട്ട് ഒരു പണി കൊടുക്കാൻ. എന്തിന് പണി കൊടുക്കണേ? അങ്ങേരെ എന്നെയും കൊണ്ടുപോകാൻ പറഞ്ഞടി നാട്ടിൽ പോകുമ്പോ. എന്നിട്ട് കൊണ്ടുപോയില്ലല്ലോ. നിങ്ങൾ എങ്ങനെ പോവും? ഞങ്ങള് 3 പേരും കൂടെ ഓട്ടയിൽ പോവാന്നൊക്കെ പറഞ്ഞോണ്ട് വലിയ കാര്യത്തിൽ അങ്ങനെ വീരവാദം അടിച്ചു. എന്നിട്ട് അങ്ങനെ പോയി കളഞ്ഞു. ദുഷ്ടൻ. എടേ നോക്ക്, എന്റെ ഉസ്താദ് ഹോട്ടലുണ്ട്. നിന്റെ ഒരു ഉസ്താദ് ഹോട്ടൽ നീ തന്നെ ഇരുന്ന് കേട്ടോണ്ട് എനിക്ക് കേൾക്കണ്ട. എടി ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചേ ഇറങ്ങി. കലാകാർക്ക് ഇവിടെ ഒരു കഴിവില്ലേ? ബലയില്ലേ? എന്റെ ഉസ്താദ് ഹോട്ടൽ. അമ്മ, ആ പിങ്കി ഉണ്ണിയപ്പൂനെ ചുമ്മാ പിരിയേറ്റിക്കൊണ്ടിരിക്കുക. എന്തിന്? അത് രാമങ്ങള് നാട്ടിൽ പോയില്ലേ? ഉണ്ണിയപ്പൂനെ കൊണ്ടുപോയില്ലല്ലോ. അതിന് നമുക്കെന്ത് പ്രശ്നം? അവക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഇതാക്കണമല്ലോ. പിങ്കി എനിക്ക് എന്തിന്റെ പ്രശ്നോ? ഉണ്ണിയപ്പൂനെ വെറുതെ ഇളക്കണതിന്. ഇതൊന്ന് ഉണ്ണിയപ്പൂനെ വെറുതെ ഇളക്കണ എന്തിനെന്ന് മനഃപൂർവ്വം തന്നെ ഞാൻ ചെയ്തത്. എന്തിന്? എന്നെ ഉണ്ണിയപ്പൂനെയും കൂടെ നാട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു രാമങ്ങൾ പറ്റിച്ച്. അവൻ പോയത് ചിന്നു വിളിച്ചിട്ടല്ലേ? കണ്ട എന്തെങ്കിലും അത്യാവശ്യം ഇല്ലാതെ പോവോ? എന്ത് ഈ അത്യാവശ്യം ഞങ്ങളും കൂടെ പോയി കഴിഞ്ഞാൽ നടക്കൂലേ? എപ്പോ പോയാലും നിന്നെയൊക്കെ കൊണ്ടുപോകണം എന്തോ നിർബന്ധം? കൊണ്ടുപോകണം, അതും കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഇവളൊക്കെ നിന്നെ കൊണ്ടുപോയിട്ട് എന്തെടുക്കാൻ? എന്നെ കൊണ്ടുപോയി പറ്റൂലേ? പറ്റൂല. അവിടെ കുറച്ച് മനസ്സമാനത്തോട്ട് ഇരിക്കും. അങ്ങനെ മനസ്സമാധാനം മതി. ഇനി ആ പേരിൽ എനിക്ക് തലവേന ഉണ്ടാക്കി തരില്ല. ദൈവം ഇത് മിണ്ടായിരിക്കോ? എന്താ പറയല്ലോ അമ്മ അങ്ങോട്ടൊക്കെ. എനിക്കൊന്ന് ശ്രമിക്കണം. വിഷയം മാറിയോ? അതൊക്കെ മാറി. അത് ഞാൻ അത് അച്ഛൻ വരട്ടെ, എന്നിട്ട് ആലോചിക്കാം പോണോ വേണ്ടിയൊന്നു. എന്ത് ഇത്ര ആലോചിക്കേ? നമ്മള് 4 പേരും കൂടി ഔട്ടിങ്ങിന് പോയിട്ട് എത്ര നാളായി? പോയേ പറ്റൂ. ചോദിക്കാം. ചോദിക്കണം. മണി മണി അച്ഛാ നമുക്ക് ഇന്ന് സിനിമയ്ക്ക് പോവാം. സിനിമയ്ക്കാ? അയ്യോ അച്ഛൻ തന്നെ ഇങ്ങനെ പറയണേ? എന്ത് പറ്റി പെട്ടെന്ന് സംഭവിച്ചു? സിനിമയ്ക്ക് പോന്ന് പറഞ്ഞപ്പോ അച്ഛാ സിനിമയ്ക്ക് മാത്രം പോയാ പോരാ, നല്ലൊരു ഹോട്ടൽ കയറി എനിക്ക് നിറച്ച് ഫുഡ് മേടിച്ചിരണേ. ഓക്കെ, അങ്ങനെ. പിന്നെ ഉണ്ണിയാവൻ വന്നിട്ട് പോവാം. ഉണ്ണിയപ്പോടെ പോയാല് ഞാൻ കണ്ട് വഴി വെച്ച് കണ്ടു ഉണ്ണിയാവനെ. നോക്ക്, എല്ലാം കിട്ടിയിട്ടുണ്ട്. ഉണ്ണിപ്പിള്ളേരെ മോൻ രാമ ഇങ്ങോട്ട് ഇറങ്ങി വാടാ.
എടാ രാമ ഇറങ്ങി വരാൻ. ചുച്ചു മാമ മാമ ഡേയ്, ഓഹോ നിന്നെ കൂട്ടിക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ? മണി കള രാമ അങ്ങോട്ട് വാടാ, മണി മണിക്കുട്ടി ഇങ്ങോട്ട് വാടാ രാമ, ഇങ്ങോട്ട് വാ. എന്താ രാമ? എന്റെ പൊന്നുമാമ ഇവിടെ നാട്ടുകാരൊക്കെ കേട്ട നാണക്കേട്. നിന്റെ വീടായിരുന്ന അപ്പൊ രാമന്റെ വീട് എവിടെ? രാമന്റെ വീട് അങ്ങ് അയോധ്യയില്. ഈ ഹനുമാനെ വിളിച്ചോണ്ട് പോവോ? വരിടി മാമ, ഇത് രാമന്റെ വീട് തന്നെ. മാമ അകത്തോട്ട് വാ, അകത്ത് വാ. ഓഹോ നീ എന്നെ അകത്ത് കയറ്റാൻ നോക്കിയാനല്ലേ? നോക്ക്, എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. മാമ അകത്തോട്ട് വാ, മാമ അകത്തോട്ട് വാ. ഒടിവടാ, ഉണ്ണിക്ക് ഇതിന്റെ ദേഹത്ത് തൊട്ടാണ്ടല്ലേ എന്റെ പിള്ളേര് വന്ന് എന്നെ ഉടുക്കും, അറിയാ? അയ്യോ അബു, ഉണ്ണികൃഷ്ണല്ല ഉണ്ണിപ്പിള്ള. അയ്യോ, മക്കൾക്ക് മാത്രം എന്റെ പേര് ക്ലിയർ അറിയാം. എന്റെ പൊന്നു മക്കളെ നീ ഒറ്റ ഒരുത്തി കാണാണ് അപ്പൊ ഈ അവസ്ഥയിലാവാൻ കാരണം. വിളിച്ചോണ്ട് പോടി. അപ്പു മാമ കാത്തുവാ. അപ്പൂപ്പനാ? അയ്യോ അല്ല, മക്കൾ കഴിച്ച അപ്പൂപ്പൻ വരും. വാ വാ അങ്കന മൗലി മണി വാ വാ വാ. അതന്നെ തിങ്കളാസി അപ്പൂപ്പന്റെ കയ്യും കൂടെ പിടിച്ചോ. ശീലി മാണിക്യവാസക മൈദന ദീദി ലബോൺ മണി. അപ്പൊ റൂമിൽ പോയി കടാ. അപ്പു ഞാൻ കിടന്നോളാം, ഞാൻ കിടന്നോളാം. നിങ്ങൾ പോ. ഛേ രാമനാഥ് അങ്ങനെ പറയട്ടെ, നാഗോലി കൂടെ വരും. മക്കളെ നിങ്ങൾ പോ, നിങ്ങൾ പോ. മാമ വാ, റൂമിൽ പോയി കിടക്കാം. വാ, അകത്ത് പോയി കിടക്കാം. എനിക്കറിയാൻ കിടക്കേ, എനിക്ക് എന്റെ വർച്ചാപ്പുണ്ട്, അവിടെ ഞാൻ പോയി കിടക്കും. വാ. ആ പിടി വീഴും അങ്ങര്. ആരോട് പറയാൻ? ആകെ നാണക്കേടായി. ഞാൻ ആരോടും പറയാതിരിക്കുന്നതാണ് നല്ലത്. വീട്ടിനകത്ത് കിടക്കാൻ പറ്റില്ല. എന്തിന് കഷ്ടങ്ങൾ കാണിക്കുന്നത്? ഇവിടെ ഇങ്ങനെ കയറി കിടക്കും. അച്ഛാ, ഇന്നലെ ഇവിടെ വഴക്കും ബഹളമൊക്കെ ആയി നമുക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റില്ലല്ലേ? ഇവിടത്തെ നാടകം കഴിഞ്ഞിട്ടല്ലേ സിനിമ. എനിക്ക് തോന്നുന്നതേ ഉണ്ണിയപ്പോ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും അതിനൊക്കെ പറ്റി മറക്കും. ഉറങ്ങി എണീക്കുകയാണെങ്കിലല്ലേ അതിന് മര്യാദക്ക് കിടന്നുറങ്ങണ്ടേ? ഇന്നലെ എവിടെ കിടന്നുറങ്ങി എന്നാണ് വിചാരം? എവിടെ? വർക്ക്ഷോപ്പില്. വർക്ക്ഷോപ്പിലാ? കൊതുകടിയും കൊണ്ട് വിളിച്ചിട്ടൊന്നും വന്നില്ല. വരാൻ ബോധം വേണ്ടേ? സത്യം പറഞ്ഞ ഇന്നലെ രാമ ഇല്ലാത്തത് നന്നായി, ഇല്ലെങ്കിൽ പ്രശ്നം വഷളായനെ. സത്യം, രാമ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. നീ മിണ്ടരുത്. ഇന്നലെ വന്നപ്പോ തന്നെ എണീച്ചിരിക്കാൻ വയ്യാത്ത മനുഷ്യനായിരുന്നു. ഇവള് ഇത്തിരി സ്നേഹം ഉള്ളതുകൊണ്ട് വിളിച്ചപ്പോ കേറി ഇങ്ങ് വന്ന്, ഇല്ലായിരുന്നെങ്കിൽ അവിടെ വീണേനെ. എന്തൊരു ശക്തിയായിരുന്നു വിളിച്ചിട്ട് ആലോറിക്കൊണ്ട്. കള്ളു എന്നെ കുടിച്ചത് വേറെ വല്ലതാണോ എന്തോ എനിക്കറിയാം. ഇന്നലെ തൊട്ടൊന്നും കഴിക്കാതിരിക്കണം മനുഷ്യനാണ്. നീ അവിടെ ചെന്ന് നോക്കിട്ടോ എന്തോ ചെയ്യണമെന്ന്. മോളെ പോയി നോക്കിട്ടോ, സിനിമയൊക്കെ നമുക്ക് പിന്നെ പോ. അവളെവിടെ ഇറങ്ങി? അവള് കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കണം. ഭയങ്കര ക്ഷീണം മക്കളെ. എങ്ങനെ ക്ഷീണം ഉണ്ടാവാതിരിക്കും? കുടിച്ച് മതോന്മതനായി വരുമ്പോ ആലോചിക്കണമായിരുന്നു. മക്കളെ, കുറെ കാലം കൊണ്ട് ഞാൻ കഴിക്കാറില്ലല്ലേ, ഇപ്പം കഴിച്ചപ്പോ ആകെ മൊത്തം ഒരു ക്ഷീണം. അതെ,
ഇന്നലെ ഇവിടെ കാണിച്ച താണ്ഡവം വല്ല ഓർമ്മയുണ്ടോ? ഞാൻ എന്തിനു കാണിച്ചു? ഓർമ്മയില്ല. ആ രാമങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? അത് ഞാൻ പറയും. അവൻ എന്നെ പറ്റിച്ചിട്ടല്ലേ പോയത്. ഞാൻ പറയും. ഇനിയും പറയും. ഓ ഇന്നലത്തെ കാര്യമാണോ പറയണേ? ഓ അത് കള, അതിനെ പിടിച്ചോണ്ടിരിക്കാതെ. അങ്ങനെ കളയാനൊന്നും പറ്റൂല. അവന്റെ മുഖത്ത് നോക്കി 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഇത് മതിയാക്കുള്ളൂ. എന്റെ ഉണ്ണിയമ്മ ഇനി വഴക്കൊന്നും ഉണ്ടാക്കല്ലേ, വിട് മാമ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. രാമങ്ങൾ വരുമ്പോഴേക്കും ഒന്നും പറയാനൊന്നും നിക്കണ്ട, നമുക്ക് അങ്ങ് മറന്നു കളയാം. ക്ഷമിക്ക്. മറക്കണോ വേണ്ടത് ഞാൻ ആലോചിക്കാം കേട്ടാ. ഇപ്പൊ അങ്ങനെയാ? ഈ കുടിക്കുമ്പോഴേ ഉള്ളു ഈ പ്രശ്നങ്ങള്. കുറെ നാളായിട്ട് ഇല്ലായിരുന്നല്ലേ, ഇപ്പൊ കുടിച്ചപ്പോഴല്ലേ ഇതൊക്കെ. അല്ല അവൻ കാണിച്ചത് ശരി തന്നെ. എന്തിനായാലും കള മാമ. ഇനി അതിനെ പറ്റി ചൊല്ലിക്കൊണ്ടു. ഞാൻ പോണം. ശരി ശരി, വേണോ? ഒന്നും വേണ്ട മക്കളെ. ഓ ഞാൻ എനിക്ക് ഒട്ടും വയ്യ. ക്ഷീണം ഉണ്ടല്ലേ? ഓ ഭയങ്കര ക്ഷീണോടാ. എന്നാലേ അകത്ത് കയറി കിടന്നാലോ? അത് ഞാൻ വന്നോളാം. നീ പോ, ശകലത്തി ഇവിടെ ഇരിക്കിട്ട് പോ. എന്തുകൊണ്ട് 2 ദിവസത്തെ വിശേഷം? ഒരുപാട് വിശേഷം. കട്ട ചൂട് കടത്തി എന്റെ അമ്മേ. ഇപ്പൊ വരണ്ടായിരുന്നു കേട്ടോ, രാത്രി വല്ല ഇറങ്ങിയാൽ മതിയായിരുന്നു. ഒരു ധാന്യങ്ങളുള്ള വല്ലതും തരുമോ? ഇപ്പൊ തരാം. എത്തിയാ? പട വന്നല്ലേ പട. അച്ഛാ, അത്താ, അച്ഛാ, ഇവിടെ നടന്ന സംഭവം ഒന്നും അറിഞ്ഞില്ലല്ലോ. എന്ത് സംഭവം? നീ വന്നാ? വന്ന് നിന്നെ കാത്തിരിക്കായിരുന്നു. എന്താണ്? എന്തെന്ന് വെച്ചാ ആകെ നാണക്കേടായിടാ. ഇന്നലെ ഉണ്ണിയോമൻ കുടിച്ചു വന്ന് ബഹളം വെച്ച് അയലൊക്കെക്കാരൊക്കെ കണ്ട ആകെ ചോദിച്ചു നോക്ക്. ഇവിടെ കിടന്ന് അഴിഞ്ഞാട്ടം നടത്തായിരുന്നു. നാട്ടുകാർ മൊത്തം ഇങ്ങനെ നോക്കുന്നു. അപ്പുറത്തെ സ്റ്റെല്ല ചേച്ചി മക്കളും എല്ലാരും ഇറങ്ങി നിന്നത് എന്തോന്ന് ഇവിടെ നടക്കണം. ഭൂകമ്പമായിരുന്നു, വീടിനെ മറിച്ചു വെച്ചു. ഞാൻ നോക്കുമ്പോഴേ ആ വീട്ടിലെ ടെറസിന്റെ മേളിലൊക്കെ നിന്ന് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുക. നോക്കി ചിരിക്കുന്ന എല്ലാരും. അയക്കാൻ പറ്റുന്നില്ല. കേടായി. അത് മാത്രല്ല അങ്കളെ, എന്നെ തള്ളിയിട്ട്. നീ മിണ്ടരുത്. ഇവള് ഒറ്റൊരുത്തിയാണ് എല്ലാത്തിനും കാരണം. ഇവളെന്ത് ചെയ്തു? ഇവള് എന്ത് ചെയ്തെന്നാ അമ്മ പറഞ്ഞോട്. നീ നാട്ടിൽ പോയപ്പോ മാമനെ കൊണ്ടുപോയില്ലല്ലോ. മാമന് അതിൽ നല്ല കലിയുണ്ടായിരുന്നു. ഇവളെന്ത് ചെയ്ത് അതിൽ പോയി എരുതിയിൽ എണ്ണ ഒഴിച്ച്. ചേട്ടന് ഞാൻ ഉത്സവത്തിന് അവർ വിളിച്ചോണ്ട് പോയല്ലേ. ഉത്സവത്തിലാണെങ്കിൽ ഇവരെ കൊണ്ടുപോവാ. അല്ല ഇവളെന്ത് ചെയ്യുന്നു? മാമൻ എന്നിട്ട് ഇവന്റെ അടുത്ത് 2 ചോദ്യം ചോദിക്കണമായിരുന്നു. അതിനുള്ള ധൈര്യം കിട്ടാനാണ് മാമൻ പോയി കള്ളു കുടിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവള് പറഞ്ഞോണ്ടാണല്ലോ കുടിച്ചത്. അത് തന്നെ ഇവര് പറയാനായിട്ട് ഞാൻ കള്ള് വായന ഒഴിച്ചു കൊടുക്കും. വായിൽ കള്ള് ഒഴിച്ചു കൊടുക്കണ്ട. നീ മനസ്സിൽ കുറെ വിഷം കുത്തി നേർച്ചിട്ടുണ്ട് കേട്ടോ. അതെ അച്ഛാ, ഉണ്ണി അപ്പൂന് ബോധം വരുമ്പോ കാര്യം എന്താന്ന് അറിയാലോ, അപ്പൊ മനസ്സിലാക്കിക്കോ. നിർത്ത്, അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇതിനൊരു പോംവഴിയാണ്. ഉണ്ണിപ്പിള്ള എവിടെ? അതല്ലേ ഇന്നിപ്പോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വേണ്ടി പിള്ളേരെ പറഞ്ഞിട്ടോ ആളവിടെ കാണാനില്ലേ. ഇനി എത്ര കാലം വരും കണ്ടറിയാം. ഇന്നലത്തെ എന്റെ ഇത് മാറിയിട്ടില്ല. ഇനി ഇങ്ങനെ വിട്ടാ ശരിയാവൂലടാ. ഇതൊരു തീരുമാനമാക്കണം. കുടിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ കുടിച്ച ഇതേപോലെ ഒരു വൃത്തികെട്ട മനുഷ്യൻ വേറെ ഇല്ല. ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടുപിടിച്ചോളാം. നീ വരട്ടെ. ഇന്ന് കുടിക്കാനല്ലേ പോയത്? വരട്ടെ. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഇവിടുത്തെ അവസ്ഥ അതായിരുന്നു. എന്തായാലും നീ തന്നെ ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കാം. വരാൻ എനിക്ക് നാരങ്ങ വെള്ളമല്ലേ വേണ്ട, ഞാൻ കൊണ്ടുവരാം. ഒരു വെള്ളം വേണ്ട ചേട്ടത്തി. ദൈവമേ, ഇന്ന് 4 കാലിലാണോ എന്തോ വരാൻ പോണെ. കരിനാക്ക് വലിച്ചടി തോ കണ്ണാപ്പി. അയ്യോ അപ്പോ അപ്പൂ എടാ എടാ ഒടയല്ലേടാ. ഇന്നും കള്ളു കുടിച്ചല്ലേ? നീ എന്നെയും എന്റെ മോനെയും തമ്മിലടിപ്പിച്ചല്ലടി. എപ്പാ മോണ പറഞ്ഞു കൊടുത്ത് ഞങ്ങളെ വെറുപ്പിക്കാനല്ലേ നീ? അയ്യോ ഭഗവാനെ, ഇപ്പോഴെങ്കിലും സത്യാവസ്ഥ എല്ലാരും അറിഞ്ഞല്ലോ. അയ്യോ ഇങ്ങനെന്നല്ലല്ലോ ഇന്നലെ പറഞ്ഞ. അപ്പൊ ഞാൻ പിങ്കി. നീ പിങ്കിയല്ല, നീ കുങ്കി. ഇവളെ ഞാൻ എന്ത് എന്ത് ഡാൻസ് കളിക്കണ? എന്തിനാശാനെ? ഇവിടെ ഒരു കമ്പ് കിടന്നല്ലേ. കമ്പ് കമ്പാ? അയ്യോ കമ്പിലായിരിക്കുന്നത് ഇതാണോ? എന്താ ഇവിടെ? എന്താണ് ഇത്? കള്ളു കുടിച്ചോണ്ടോ? കള്ള കിടുതാപ്പി.
ഞാൻ എന്താ ഇത് ദാ, നീ എന്തുണ്ട് അവനെ അടിച്ചത്? അവന്റെ ദാ തൂക്കു. വേണ്ട ആശാനെ ഒന്നും വേണ്ട. നാണം ഉണ്ടോ നാണം? നാണം ഉണ്ടോ നിനക്ക്? ഞാൻ തന്താര പ്രായമുള്ള ഒരാളെ കൊണ്ടുപോയി കുടിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ചെടുങ്ങണ നീ ഇന്ന്. ഞാൻ ഇങ്ങനെ കുടിപ്പിച്ചൊന്നുമില്ല. ഓടെ കിടന്ന് ഇങ്ങനെ ഇതുവരെ എടുത്തോണ്ട് വന്നത് ഞാൻ. അപ്പോഴും നിങ്ങൾ എന്നെ അടിക്കണം. ഓടയും കിടന്നു ആശാനെ പറ. പറയാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. എന്തിനു ബലം പിടിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ദേഹത്ത് തൊട്ടാ തൊട്ടാ വേണ്ട, ഇതിൽ കിടത്തി ഉറക്കും ഞാൻ നിങ്ങളെ. ആശാനെ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഒന്നുമില്ല. ഒന്നുമില്ലേ? ഓ പൂ എന്നെ വലിച്ചവിടെ കൊണ്ടുപോകണത്. അണ്ണാ അണ്ണാ രവി അണ്ണാ ഇവിടെ ഇരി. വാ അണ്ണാ. എന്തിനേക്കാ? അവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം. ഇരിക്കെ. അണ്ണാ ചേട്ടത്തി. ഓ എന്താണ് നീ കാണിക്കുന്നത്? ഞാൻ അവരെ വിളിച്ചത് എന്ത്? അവരെ വിളിച്ചെന്തിനി? പിന്നെ നിങ്ങളെ കാണിക്കണ കൂത്ത് എല്ലാരും കാണണ്ട്. ഞാൻ എന്തൊരു കൂത്താടി, എന്തൊരു ഇവിടെ ഡാൻസ് കളിച്ച, മുമ്പോടെ കളി കളിച്ച, ഭരതനാട്യം കുച്ചിപ്പൊടിയാണ് അവിടെ കളിച്ചത്. ഉച്ചപ്പൊടിയല്ല. ഞാൻ വല്ലതും പറയും. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയുക. എന്തോന്ന് മാമ ഇത്? രണ്ട് പെമ്മക്കളുമായിട്ടാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. ഇന്നലെ എന്തായിരുന്നു ഈ അയൽവക്കക്കാരെ മുമ്പിൽ വെച്ച് താണ്ഡവല്ലായിരുന്നോ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല. രണ്ട് പൊമ്മക്കളുമായിട്ട് നീ ഇവിടെ താമസിക്കുന്നത്. ഒരു അല്പമെങ്കിലും മര്യാദ നീ കാണല്ല. നീ കാണാ? എടാ, ഞാൻ ഇവിടെ എന്തിനാണ് കാണിച്ചത്? അയ്യോ ഒന്നും കാണിച്ചില്ല. തൊലി ഉരിഞ്ഞു പോയി മനുഷ്യന്റെ. എവിടെ തൊലി ഉരിഞ്ഞ്? എന്റെ മാനമായിട്ട് ഞാൻ ഇവിടെ വന്നു. ഇത് കയറി കിടക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെ മാനം ബാക്കിയുള്ളവർക്ക് മാനക്കേടാണ്. മനസ്സിലായാ? ഞാൻ എന്തിനാ തുണിയില്ലാതെ ഞാൻ ഇവിടെ നടന്ന? എന്റെ പൊന്നു മാമാ. തന്തേ, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. രണ്ട് വലിയ പിള്ളേര് പെമ്പിള്ളേര് നിൽക്കുകയാണ്. ഞാൻ എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കല കേട്ടല്ലോ. ഞാൻ തിരി പറഞ്ഞു. എന്റെ ഭഗവാനെ, ഈ ചിന്നു ഇതൊക്കെ എങ്ങനെ സഹിക്കണ്ടേ അമ്മ? അവാർഡ് കൊടുക്കണം. എന്തിനാ അവാർഡ്. അവാർഡാ? എന്റെ അച്ഛനും കൊണ്ടോട് അവാർഡ് കൊടുക്കാൻ. ഒരു സൗകര്യം ഇല്ല. എന്നും ഇത് തന്നെ. കുടിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. കുടിച്ചു ഞാൻ ഒരു അല്ല ഇല്ല ഇല്ല അണ്ണാ സമാധാനപ്പെടും. ഇങ്ങനെ വിട്ടാ പറ്റൂല അങ്ങളെ. ഞാൻ ഒരു വഴി പറയാം. റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോകാം. അതാ അതെന്തായാലും ലഹരി വിമുക്ത കേന്ദ്രം അവിടെ കൊണ്ടുവന്നാക്കുമ്പോഴേ എല്ലാ അഡിക്ഷനും മാറിക്കോളും. ഒരു 3-4 മാസം അവിടെ പോയി കിടക്ക്. അത് തന്നെ. എഴി വാ, ബാഗ് മകളാ ആ. ഞാമാ ആ? അച്ഛൻ പറഞ്ഞ കാര്യം ഇങ്ങനെയൊന്നും ഇനി ഞാൻ അച്ഛൻ ആവർത്തിക്കൂല. ഞാൻ എന്തല്ല ഇതൊക്കെ ഞാൻ ലഹരിയൊന്നും കഴിച്ചില്ല. തുപ്പൂലം കള്ളു കുടിച്ച അത്ര. കള്ളിന് ലഹരി ഇല്ലായിരിക്കും. തുപ്പൂര് അല്ലല്ല അത് തന്നെ നീ പറഞ്ഞ പോലെ. അപ്പൊ ഇത്തിപ്പോരെ കുടിച്ചപ്പോ ഈ പ്രകടനമാണെങ്കിൽ കുറച്ച് കൂടുതൽ കുടിച്ചെങ്കിൽ എന്തായിരുന്നു? എന്റെ പൊന്നു മക്കളെ, ഞാൻ ഇനി ഇത് ചെയ്യില്ലെന്ന് പറഞ്ഞില്ലടേ. ആവശ്യമില്ലാത്തടത്തൊന്നും എന്നെ കൊണ്ടുപോവല്ലേ മക്കളെ. ആർക്കും ആവശ്യമില്ലാത്തടം. ഞാൻ അങ്ങനെ ഞാൻ ചെയ്യൂ. ആവശ്യമില്ലാത്തത് കൊണ്ടുപോകും. അത് മതി. അച്ഛന് വളരെ ആവശ്യമുള്ള ഒരു സ്ഥലമാണ് അത്. അതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോകുന്നത്. അയ്യോ, രവി ഒന്ന് പറയടാ. ഇവിടെ രാമ ഒരു കാര്യം ചെയ്യും. മാമ ഇത്രയും പറഞ്ഞല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാം. നീ എന്തിനു പറഞ്ഞത്? കൊണ്ടുപോവാ മക്കളാ, ഒരു കാര്യം പറഞ്ഞു. മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള സാധനം അപ്പൂപ്പ വാങ്ങിച്ചു തരും. കൊണ്ടുപോകണ്ടാത്ത പറ മക്കളെ. മക്കൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു തരണ്ട. ഞാൻ പറയാം. മക്കള് പറ. വിഷമിക്കണ്ട, ഞാൻ പറയാം. അങ്കിൾ എങ്ങനെ അങ്കിൾ എത്ര ജോഡി ഡ്രസ് എടുത്ത് വെച്ചെങ്ങനെ? 6 ജോഡി എടുത്ത് വെച്ചാൽ മതി. 2 മുണ്ടും കൂടെ എക്സ്ട്രാ എടുത്ത് വെച്ചു. മതിയല്ലേ? മതി. ഞാൻ പാക്ക് ചെയ്യട്ടെ. നീ ഇവിടെ പോടാ. അയ്യോ, എന്റെ പൊന്ന് രാമ, അച്ഛന് ചെയ്യില്ല. പൊന്ന് ക്യാമന രാമ, ഞാൻ ചെയ്യൂല. അതെ എന്തിനു ചെയ്യില്ലെന്ന് ഞാൻ വെള്ളമൊന്നും അടിക്കില്ല. ഞാൻ പറയുമ്പോൾ കാക്കോ? ഓ കാക്ക. അപ്പൊ അച്ഛൻ ഞാൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കണം. അച്ഛൻ ഒരു 2 മാസം അവിടെ പോയി നില്ല്. എടാ, എന്തൊരു മക്കളാ അത് വയ്യേ? ഇപ്പൊ മനസ്സിലായി. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞപ്പോ അപ്പൊ തന്നെ അനുസരിച്ചില്ലല്ലോ. അത് എന്നെ പറഞ്ഞത്. അയ്യോ, ഇത് എനിക്കൊണ്ട് പറ്റൂല. ഒന്നും പറയണ്ട. മാമ പെട്ടെന്ന് റെഡി ആവുമ്പോ മോളെ ഡ്രസ് എടുക്കുമ്പോഴേ അച്ഛന്റെ ബാൻഡ് അകത്ത് പുതിയ 2 മുണ്ട് എടുത്തു പോകും. ഞാൻ അവിടെ പോണോ? പിന്നല്ല, നിങ്ങൾക്ക് നിർബന്ധം തന്നെ. നിർബന്ധം തന്നെ. തന്നെ എന്നാ നിക്ക്, ഞാൻ ഡ്രസ് ഞാൻ തന്നെത്താനെ മാറിക്കൊണ്ട് വരാം. അത് മതിയാ? ശരി, നിങ്ങൾ അങ്ങോട്ട് വരണ്ട. ബാഗിൽ എടുത്തോണ്ട് വരെ. ബാഗ് എടുക്കാൻ തന്നെ പോണത്. മാമ ചെല്ലേ പെട്ടെന്ന് ഇറങ്ങ്. ഇത് സത്യം പറഞ്ഞാലേ നേരത്തെ ആവണമായിരുന്നു.
എന്തോന്ന് എടുക്കണം അവിടെ? അകത്തോലും പോയിരുന്നു കരയെന്നെ. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഭയങ്കര വിഷമായി കാണും കേട്ടോ. എത്ര നേരമായി? നിന്നെ കാണാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. ചേട്ടത്തി വിഷമം എനിക്കുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ കാണുന്നു കാണിക്കാമോ? ഇത് അഴിഞ്ഞാട്ടോ ഇല്ലേ? അതെ, നന്നാവാൻ വേണ്ടിട്ടല്ലേ, കുഴപ്പമില്ല. വാട്സപ്പ് മെസ്സേജ് അയച്ചേക്കണ അച്ഛൻ. ആ രാമ, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിന്റെ തന്തയല്ല എന്റെ തന്ത. ഞാൻ പോണു. ഇനി എന്നെ അന്വേഷിച്ച് നീ വന്നാൽ